അസ്സലാമലൈക്കും. വലൈക്കും സലാം. ആ മാഷി ഇരിക്കേ. ഞാനേ സ്കൂളുമായി ബന്ധപ്പെട്ട് ഭയങ്കര തിരക്കിയിരുന്നു. പിന്നെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യത്തിൽ വന്നതാണ്. KP മുഹമ്മദ് കുട്ടി എന്ന ആളെ എഴുതിയ നമ്മളെ കടൽപ്പറമ്പിൽ ചരിത്ര എന്ന പുസ്തകം ഇവിടെ നമ്മുടെ ലൈബ്രറിയിലൂടെ അത്യാവശ്യമായിട്ട് വേണ്ടി പുസ്തകമുണ്ട്, നോക്കാം. മലപ്പുറം ജില്ലയിലെ ചെറുകുളമ്പ് എന്ന ഗ്രാമത്തിലെ കടലിപ്പറമ്പ് എന്ന പ്രദേശത്തിന്റെ ചരിത്രം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് ജീവിച്ചിരുന്ന പ്രമുഖനും പണ്ഡിതനുമായിരുന്ന ഒരു തങ്ങളുപ്പാപ്പാന്റെ കോപം മൂലമുള്ള ശാപം കൊണ്ട് കടൽ കരയായി മാറി രൂപം കൊടുത്തതാണ് എന്താണ് ഐതിഹ്യം. എന്താ മാഷ ഇപ്പൊ ഈ ബുക്കിനോട് ഒരു താല്പര്യം? ചരിത്രം പഠിപ്പിക്കുന്ന മാഷല്ലേ, അപ്പൊ ചരിത്ര ബുക്കുകളോടായിരിക്കും കൂടുതൽ ഭ്രമം. അതുകൊണ്ടല്ല, ഞാൻ കുറെ ദിവസമായിട്ട് കടലിപ്പറമ്പിലെ ചരിത്ര പുസ്തകം തപ്പി നടക്കുകയായിരുന്നു. നമ്മൾ ലോക ചരിത്രവും ഇന്ത്യൻ ചരിത്രമൊക്കെ പഠിക്കേണ്ടല്ലോ, നമ്മളെ പ്രദേശത്തിന്റെ ചരിത്രം കൂടി നമ്മൾ പഠിക്കണ്ടേ. അതുകൊണ്ടാണ് കുട്ടികളാണെങ്കിൽ എപ്പോഴും മാഷെ ചെറുകുളമ്പിന്റെ ചരിത്രം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മാഷക്ക് ഇപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചെയ്തലാക്ക ഉണ്ടല്ലോ, കടലിപ്പറമ്പിലെ ചെയ്തലാക്ക, മൂപ്പരോട് ചോദിച്ചാൽ മതി. പണ്ടൊക്കും പണ്ടേ ഞമ്മളെ നാട്ടില് ഒരു പറഞ്ഞു വരുന്ന കഥയാണിത്. ഞമ്മള് വല്ലിപ്പയാണ് ഞമ്മക്ക് പറഞ്ഞു തന്നത്. പണ്ട് ഇവിടെ വലിയ കഴിവുള്ളൊരു തങ്ങൾ പാപ്പ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. മൂപ്പർക്ക് വൈകുന്നേരമായാല് കടപ്പുറത്ത് വന്ന് ഊതൊക്കെ ഉണ്ടാക്കി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ശീലം ഉണ്ട്. ഏത് ഒരു ദിവസം മൂപ്പര് സഹായിനെയും കൂട്ടി കടപ്പുറത്ത് വന്നു. അതൊക്കെ ഒരു വലിയ കഥയാണ്. കോയ, അവിടെ ആരെങ്കിലും ഉണ്ടോന്ന് നോക്ക കോയ. ഓ തങ്ങളെ, മറച്ചവനെ ഒരു ബമ്പർനാൾ നടത്തി നമ്മൾ തങ്ങളെ. തങ്ങപ്പാപ്പ അവിടെ ബമ്പർനാൾ വിളിച്ചോളൂ. നീ കണ്ട കഥ ഓളോട് കേറി പോകാൻ പറ, എനിക്ക് നിസ്കരിക്കണം. ആ ബമ്പർനാൾ കേറി പോണില്ലല്ലോ. കേറി പോകാൻ പറ ഓളോട്. ഓക്കത്ര അഹങ്കാരം, അങ്ങനെയാണ് നമ്മളോളെ ശപിക്കാണ്. കടൽ കരയാവട്ടെ, ഓൾ കല്ലാവട്ടെ. അങ്ങനെ തങ്ങൾ പാപ്പ ശപിച്ചപ്പോ ഓള് കല്ലുമായി, കടലിൽ റെഡിയായി. വെറുതെ പറയല്ല, തെളിവുണ്ട്. കുറെ കാലം ഇവിടെ ആ കല്ലിന്മേൽ കൊത്തിയാല് ചോര വന്നിരുന്ന്. വെളിവരി സംശയം കാണിച്ചു തരാം. വലിയ കുട്ടികള് ഇതാണ് കുട്ടികളെ നമ്മുടെ തങ്ങൾ പാപ്പ നിസ്കരിച്ച് ഇവിടെ എപ്പോഴും അതിന്റെ ഒരു കാലടിയാണ്. അതിനെ കുറച്ച് അപ്പുറത്താണ് കല്ലായി മാറിയ സ്ഥലം. അങ്ങനെ കണ്ട ചോരൊഴിച്ച് അതിന്റെ പാടാണ്.